എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവന്തൂസ് കിച്ചൺ. ഞാൻ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് ചിക്കൻ കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ റെസിപ്പിയുടെ പേരാണ് ചിക്കൻ ബോംബ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ ബോംബിന് വേണ്ടതെന്ന് നോക്കാം. ഇത് ചിക്കൻ ലെഗ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ റെസിപ്പിക്ക് ചിക്കൻ ലെഗ് പീസുകൾ തന്നെയാണ് നമുക്ക് ആവശ്യം. അതിപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 5 പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 6 7 നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ബോയിൽ ചെയ്ത് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 5-6 പീസ് ബ്രെഡ് വേണം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ബ്രെഡ് ക്രംസ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വേണം. കോൺഫ്ലവർ വേണം. 2 കോഴിമുട്ട വേണം. മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഓയിൽ വേണം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ പീസസ് കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിക്കാം. പാനിലാണ് വേവിക്കണമെങ്കിൽ വെള്ളമൊഴിച്ച് നിങ്ങൾ ചിക്കൻ സാധാരണ വേവിക്കുന്ന പോലെ വേവിക്കാം. ഞാനിവിടെ കുക്കറിലൊരു 2 വിസിൽ കൊടുക്കുകയാണ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചിക്കൻ നമ്മൾ ഇപ്പോൾ വേവിച്ചെടുത്തതാണ്. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഫ്ലഷ് മാത്രം ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പിച്ചി ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളിങ്ങനെ എടുക്കുക. അങ്ങനെ എല്ലാ പീസും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചിക്കൻ്റെ ഈ ഫ്ലഷുകളൊക്കെ മാറ്റി ഈ കാൽ നമ്മൾ കളയാൻ പാടില്ല. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിലൊട്ടും പോലും ഫ്ലഷ് ഇല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ മാറ്റിയെടുത്ത് വെക്കുകയാണ് വേണ്ടത്. ഇത് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അധികം അങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ ചെയ്യാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ വേവിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്യുവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് മൊസറല്ല ചീസാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. നന്നായി പ്രസ് ചെയ്ത് തന്നെ എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ലെഗ് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ കൂട്ട് നമ്മളിങ്ങനെ നല്ല ബോൾ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ബോളിൻ്റെ സൈസൊക്കെ ഇപ്പം നിങ്ങൾക്ക് വലിയ ഇതാണ് ബോംബാണ് ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അല്ല ചെറുത് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ബോൾ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ലെഗിലേക്ക് ഈ കൂട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ നല്ല. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിൽ ഒട്ടും പോലും കട്ട പോലെ തരി പോലെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതുപോലെ വരണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിതൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. കാരണം നമ്മളുടെ ഈ കോട്ടിങ്ങിനെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് എഗ്ഗ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എഗ്ഗ് എല്ലാവരും ഒരുപോലെ എത്താൻ പാകത്തിന് നന്നായിട്ട് റോൾ ചെയ്യുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക.
നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് അത്യാവശ്യം നന്നായി ചൂടായി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത് എണ്ണ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന നേരത്ത് ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു വരും. ഇപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളർ ആയതുകൊണ്ട് നമുക്കിതിനി കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ 2 എണ്ണം വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പീസസ് കൂടെ നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോംബ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ടൊമാറ്റോ കെച്ചപ്പും മയോണൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് ചിക്കൻ്റെ നല്ലൊരു ഐറ്റം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.